പ്രമേഹത്തെ നമുക്ക് എങ്ങനെയാണ് ചെറിയ എക്സസൈസിലൂടെ കൺട്രോൾ ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത്. ആദ്യം നമുക്ക് നമ്മുടെ രണ്ട് കൈയും നമ്മുടെ മൂക്ക് പൊത്തിപ്പിടിക്കാം. ആദ്യം ഇടത്തെ മൂക്ക് തള്ളവിരൽ കൊണ്ട് പൊത്തിപ്പിടിച്ചതിന് ശേഷം വലത്തെ മൂക്ക് ഓപ്പൺ ചെയ്യാം. ഇതിന് ശേഷം നമ്മൾ ഈ മൂക്കിലൂടെ വലത്തെ മൂക്കിലെ ശ്വാസം ഉള്ളിലോട്ട് വയ്ക്കാം. കൈ തിരിച്ചു കൊണ്ടുവരുമ്പോൾ ശ്വാസം അതേ മൂക്കിലൂടെ തന്നെ പുറത്തോട്ട് വിടാം. രണ്ടാമത് നമ്മുടെ ഇടത്തെ മൂക്ക് ശ്വാസം വലിക്കുക. മാക്സിമം ശ്വാസം ഉള്ളിലോട്ട് വലിക്കണം. ഇങ്ങനെ നമ്മൾ ഓരോ ഭാഗത്തേക്കും 20 പ്രാവശ്യം വരെ ചെയ്യാം. മൂക്കിലൂടെ ശ്വാസം വലിക്കുമ്പോൾ വായിലൂടെ ശ്വാസം പുറത്തോട്ട് വിടണം. കുറച്ചു നേരം ഹോൾഡ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഇങ്ങനെ 20 പ്രാവശ്യം ചെയ്യണം. ആദ്യം നമുക്ക് 20 പ്രാവശ്യം ചെയ്യാൻ പ്രയാസമാണെങ്കിൽ 10 പ്രാവശ്യം വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ 5 പ്രാവശ്യം ചെയ്യാം, പിന്നെ കൂട്ടി ചെയ്യാം. രണ്ടാമത്തെ എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടത് കൈ എന്നെ ഹിപ്പിൽ വെച്ചതിന് ശേഷം നമ്മുടെ ഹെഡ് തല ആദ്യം റൈറ്റിലോട്ട് ചെയ്യണം. 1 2 3 4 5 ഇങ്ങനെ 10 പ്രാവശ്യം ചെയ്യാം. പിന്നെ 20 പ്രാവശ്യം ചെയ്യാം. മൊത്തം ടോട്ടൽ 20 പ്രാവശ്യം ചെയ്യാം. അതിനുശേഷം രണ്ടാമത് ചെയ്യേണ്ട എക്സസൈസ് ഇങ്ങനെ ഫ്രണ്ടിലെടുക്കും. 1 2 ഓരോ ചെയ്യുമ്പോൾ നമ്മൾ മുകളിലോട്ട് ഉയർത്തുമ്പോൾ ശ്വാസം ഉള്ളിലോട്ട് എടുക്കാം. ഇങ്ങനെ ചെയ്യാം. അത് 20 പ്രാവശ്യം ചെയ്യാം. മൂന്നാമത് പ്രാവശ്യം നമുക്ക് ചെയ്യേണ്ട റൊട്ടേഷൻ, ക്ലോക്ക് വൈസ് റൊട്ടേഷനും ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേഷനുമാണ്. 1 2 3 ഇത് ക്ലോക്ക് വൈസ്. ആൻറ്റി ക്ലോക്ക് വൈസ് ഇതുപോലെ തന്നെ. 2 3 ഇങ്ങനെ ചെയ്യാം. ഇങ്ങനെ ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും നമ്മൾ റൊട്ടേഷൻ ചെയ്യുമ്പോൾ നമുക്ക് തലകറക്കം വരും. അത് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, കണ്ണടച്ചിട്ട് തല ഇങ്ങനെ രണ്ട് ഭാഗത്തോട്ടും ഒന്ന് ജസ്റ്റ് ഇളക്കുക. ഇങ്ങനെ ഇളക്കി കഴിഞ്ഞാൽ നമ്മളെ ശരീരം നമുക്ക് ബാലൻസ് ആവുകയും ചെയ്യും. ഇനി നമുക്ക് അടുത്ത് ചെയ്യാനുള്ളത് കണ്ണിനുള്ള എക്സസൈസാണ്. കണ്ണിന് നമുക്ക് കൂടുതലേറെ ഡയബറ്റിസ് രോഗികൾക്കൊക്കെ കൂടുതൽ കണ്ണിനാണ്, അതേപോലെ തന്നെ മറ്റ് നാഡീ വ്യൂഹങ്ങൾക്കാണ് ഡയബറ്റിസ് ബാധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കണ്ണിനുള്ള എക്സസൈസ് എങ്ങനെ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് വേണ്ടത് രണ്ട് കൈയും ഇങ്ങനെ പിടിക്കുക. എന്നതിന് ശേഷം ആദ്യം വലത്തെ കൈയിൻ്റെ തള്ളവിരലിലോട്ട് തല തിരിയാതെ കണ്ണോട് നോക്കുക. പിന്നെ ഇടത്തെ കൈയിൻ്റെ തള്ളവിരലിലോട്ട് തല തിരിയാതെ നോക്കുക. അങ്ങനെ ഓരോ ഭാഗത്തേക്കും 25 പ്രാവശ്യം നോക്കുക. എന്നതിന് ശേഷം രണ്ടാമത്തെ എക്സസൈസ് നമുക്ക് കണ്ണ് റൊട്ടേഷനാണ്. റൊട്ടേഷൻ ചെയ്യുന്നതിന് നമുക്ക് വേണ്ടത് നമ്മുടെ കൈയിൻ്റെ തള്ളവിരലിൽ ഇങ്ങനെ പിടിക്കുക. എന്നതിന് ശേഷം ഇതുകൊണ്ട് നമ്മളൊരു റൗണ്ട് വരയ്ക്കുക. അപ്പോൾ നമ്മൾ തല തിരിയാതെ നമ്മളെ കൈയിൻ്റെ തള്ളവിരലിലോട്ട് മാത്രം നമ്മൾ നോക്കുക. ആദ്യം വലുത് കൈ കൊണ്ട് ചെയ്യുക, പിന്നെ ഇടത് കൈ കൊണ്ട്. ഓരോന്നും 10 പ്രാവശ്യം ചെയ്യുക, പിന്നീട് നമുക്ക് കൂട്ടി ചെയ്യാം. ഓക്കെ, അങ്ങനെ ചെയ്യാം.
പിന്നെ അടുത്ത കൈ കൊണ്ട് ഓപ്പോസിറ്റ് ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ്. നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ കൈയിൻ്റെ തലവിരലോട്ട് നമ്മൾ തല തിരിയാതെ കണ്ണുകൊണ്ട് മാത്രം നോക്കുക. എന്നതിന് ശേഷം കൈ ഇങ്ങനെ ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും എന്ന ലെവലിൽ നമ്മൾ ഇങ്ങനെ 10 പ്രാവശ്യം, ആദ്യം 10 പ്രാവശ്യം ചെയ്യാം. പിന്നെ നമുക്ക് അത് കൂട്ടി ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ നമ്മളെ കണ്ണിന് വേണ്ട എക്സസൈസുകൾ നമുക്ക് കിട്ടും. പിന്നെ നമുക്ക് കണ്ണിന് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് അക്യുപ്രഷർ പോയിന്റുകളുണ്ട്. ആ പോയിന്റുകൾ നമ്മൾ എന്ത് ചെയ്യുക, മെല്ലെ മൃദുവായിട്ട് പ്രഷർ ചെയ്യുക. അങ്ങനെ പ്രഷർ ചെയ്യുന്ന സമയത്ത് നമുക്കതിന് കണ്ണിൻ്റെ പ്രശ്നങ്ങൾക്ക് നല്ല പരിഹാരം കിട്ടും. കൂടുതൽ ആളുകളും കണ്ണിൻ്റെ പ്രശ്നമാണ് ഉണ്ടാവില്ല. അപ്പോൾ അതിനുള്ള പരിഹാരമാണ് കാണിക്കുന്നത്. കൈ ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ പിടിച്ചതിന് ശേഷം എന്ത് ചെയ്യുക, ഇവിടെ ഇങ്ങനെ ഈ ഒരു തമ്പ് ഇങ്ങനെ വെക്കുക. ഇങ്ങനെ വെച്ച് കറക്റ്റ് ഈ പോർഷനിൽ വെച്ചതിന് ശേഷം എങ്ങനെയാണ് ഇങ്ങനെ മെല്ലെ തടവ. അങ്ങനെ ഒരു 20 പ്രാവശ്യം ഇങ്ങനെ തടവ. ഇങ്ങനെ 20 പ്രാവശ്യം. രണ്ടാമത്തെ പ്രാവശ്യം നമുക്ക് 2 ഫിംഗർ വിരൽ, ഈ ഫിംഗർ വിരൽ കൊണ്ട് ഇവിടെ വെക്കുക. ഇവിടെ വെച്ചതിന് ശേഷം മെല്ലെ ഒരു 10 പ്രാവശ്യം ക്ലോക്ക് വൈസിൽ ഈ ഒരു അക്യുപ്രഷർ പോയിന്റിൽ ഇങ്ങനെ തടവി കൊടുക്കുക. ആൻറ്റി ക്ലോക്ക് വൈസ്. ഇവിടെ. ഇതിന് ശേഷം നമുക്ക് വേണ്ടത് നമ്മുടെ 2 തള്ളവിരൽ കൊണ്ട് ഇവിടെ പിടിച്ച്, അതായത് നമ്മുടെ പുരികത്തിൻ്റെ സെൻറ്റർ ഭാഗം ഇവിടെ ക്ലോക്ക് വൈസിൽ ഒരു 10 പ്രാവശ്യവും ആൻറ്റി ക്ലോക്ക് വൈസിൽ ഒരു 10 പ്രാവശ്യവും അങ്ങനെ അക്യുപ്രഷർ ചെയ്യാം. പിന്നെ തള്ളവിരൽ കൊണ്ട് ഇങ്ങനെ നോക്കുക, വായയുടെ അമർത്തി വെച്ചിട്ട് ഇവിടെ ഈ 2 പുരികം അവസാനിക്കുന്ന 2 ഭാഗം, ഈ 2 ഭാഗത്തും ക്ലോക്ക് വൈസിൽ 10 പ്രാവശ്യം, ആൻറ്റി ക്ലോക്ക് വൈസിൽ 10 പ്രാവശ്യം ഇങ്ങനെ തടവി കൊടുക്കാം. പിന്നെ നമുക്ക് ചെയ്യേണ്ടത് ഫിംഗർ വിരൽ കൊണ്ട് നമ്മുടെ കണ്ണിൻ്റെ ഈ ഉൾവശം, നമ്മുടെ ഈ പീളക്കുഴിൻ്റെ മുകൾ വശത്തായിട്ട് നമുക്ക് 2 അക്യുപ്രഷർ പോയിന്റ് വരുന്നത്, അതിൽ പതുക്കെ 10 പ്രാവശ്യം, ക്ലോക്ക് വൈസിൽ 10 പ്രാവശ്യവും ആൻറ്റി ക്ലോക്ക് വൈസിൽ 10 പ്രാവശ്യം അങ്ങനെ തയ്ക്കും. 10 എന്നുള്ളത് നമുക്ക് കൂട്ടി ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ തള്ളവിരൽ കൊണ്ട് കണ്ണിൻ്റെ ഈ സെൻറ്റർ ഭാഗം ഇവിടെ 10 പ്രാവശ്യം പതുക്കെ ചെയ്താൽ മതി. ക്ലോക്ക് വൈസ് 10 പ്രാവശ്യം, ആൻറ്റി ക്ലോക്ക് വൈസിൽ 10 പ്രാവശ്യം ഇങ്ങനെ ചെയ്യാം. ഇതിന് ശേഷം 2 കൈ കൊണ്ടും നമ്മുടെ ഈ കുന്നി ഉണ്ടല്ലോ, കുന്നി നമ്മൾ ചെവിയുടെ ഈ കുന്നി, ഇത് 2 കൈ കൊണ്ട് പിടിക്കാം. ഇവിടെ ഇതിനകത്ത് 10 പ്രാവശ്യം ക്ലോക്ക് വൈസിലും 10 പ്രാവശ്യം ആൻറ്റി ക്ലോക്ക് വൈസിലും ഇങ്ങനെ ചെയ്യാം. അതിനുശേഷം നമ്മുടെ ഫിംഗർ വിരൽ കൊണ്ട് ഈ സെൻറ്റർ ഭാഗം 10 പ്രാവശ്യം ക്ലോക്ക് വൈസും 10 പ്രാവശ്യം ആൻറ്റി ക്ലോക്ക് വൈസും ഇങ്ങനെ ചെയ്യാം. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്ന ഈ ഒരു കാര്യങ്ങൾ മാത്രം ചെയ്യുക. ഇത് നമുക്ക് പ്രമേഹം കൊണ്ട് കണ്ണിന് പ്രശ്നം വരുന്ന ആളുകൾക്ക് അത് പരിഹരിക്കാം. ഇതുപോലെ തന്നെ പ്രമേഹത്തിനെ നമുക്ക് എങ്ങനെയെല്ലാം പ്രമേഹത്തിനെ നമുക്ക് മാറ്റിയെടുക്കാം, അതായത് റിവേഴ്സ് ഡയബറ്റീസ് പ്രോഗ്രാം, അതാണ് നമ്മളുടെ തുടങ്ങാൻ പോകുന്നത്. RDP എന്നാണ് നമ്മുടെ ഷോർട്ട് ഫോം, റിവേഴ്സ് ഡയബറ്റീസ് പ്രോഗ്രാം. നമ്മുടെ ഈ ഒരു പ്രോഗ്രാം ഇഷ്ടപ്പെടാനുള്ള ആളുകളുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഇത് തുടക്കം മാത്രമേ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളൂ. ഒരുപാട് എക്സസൈസുകൾ ഇനി പ്രമേഹം കുറക്കാനുണ്ട്. മുഴുവനായിട്ടുള്ള എക്സസൈസുകളും കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരും. അതുപോലെ തന്നെ നമുക്ക് പ്രമേഹത്തിനെ ഡയബറ്റീസിനെ റിവേഴ്സ് ചെയ്യാൻ ചില ഭക്ഷണങ്ങളുണ്ട്. നമ്മളൊരു ദിവസത്തെ ഭക്ഷണം, അത് നമുക്ക് പാൻക്രിയാസിനെ എങ്ങനെയാണ് നമ്മളെ ശരീരം കറക്റ്റായിട്ട് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുവാൻ വേണ്ട എക്സസൈസുകൾ, അതേപോലെ തന്നെ അതിന് വേണ്ട നാരുകളടങ്ങിയ ഫൈബറടങ്ങിയ ഭക്ഷണങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ നമ്മുടെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ചാൽ നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് കൂട്ടായ്മ ചെയ്തിട്ട് അതിൽ നമുക്ക് യോഗകളുണ്ട്, എക്സസൈസുകളുണ്ട്, എല്ലാം ചെയ്ത് ഭക്ഷണ രീതികൾ മാറ്റി നമ്മൾ പ്രമേഹമില്ലാത്ത അല്ലെങ്കിൽ ഡയാലിസിലോട്ട് പോവാത്ത വഴികൾ തിരഞ്ഞെടുക്കാം. ഓക്കെ, താങ്ക് യു.